ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു രാവിലെ മുതലുള്ള ഒരു രാത്രി വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ടൊന്ന് കാണണം. അതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കുറച്ചൊന്ന് നടക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളടുത്തുള്ള കോതിപ്പാലം ബീച്ചിൽ തന്നെയാണ് നമ്മൾ പോയിട്ട് അവിടെയാണ് എല്ലാവരും. അവിടെ ഒരുപാട് ആൾക്കാർ ജോഗിങ്ങിനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളും അങ്ങനെ നടക്കാൻ ഇറങ്ങിയതാണ്. ഇപ്പോൾ ഒരു രാവിലെ 6:30 മണിയെല്ലാം ഇപ്പോൾ നമ്മൾ അവിടേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾക്കാരുണ്ട് കേട്ടോ, നടക്കാനും ഓടാനൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കണമൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും ഒന്ന് നടന്ന് അതിന് ശേഷം കുറച്ച് സമയം അവിടെ അങ്ങനെ ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ വീട്ടിലേക്ക് തന്നെ തിരിച്ച് വരാണ്. അപ്പോൾ മോന് വീട്ടിൽ ഉറങ്ങുന്നുണ്ട്. അപ്പോൾ നല്ല രസമുണ്ട് നമ്മളുടെ കടലൊക്കെ കാണാൻ. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ ജോഗിങ്ങിനായിട്ട്. ഇപ്പോൾ ഇപ്പം കുറച്ച് ഒരു കാലങ്ങളായിട്ട് കുറേ ആൾക്കാർ ജോഗിങ്ങിന് വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആദ്യം നമ്മളെ ഈ ഒരു ഏരിയയിലോട്ട് അത്ര ഒരു ആൾക്കാരൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളെ നടത്തമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു 7 മണിയൊക്കെ 7:30 ആകുമ്പോൾ അവിടുന്ന് തിരിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ വേഗം നമ്മളെ വീട്ടിലോട്ട് തന്നെ എത്തി. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മളുടെ വീട്ടിലെത്തി. അപ്പോൾ എത്തിയ പാടെ തന്നെ ജിസാനൊക്കെ എണീച്ചിട്ടുണ്ടേനു. അങ്ങനെ അവർ ബ്രഷ് ചെയ്യലൊക്കെ കഴിഞ്ഞു. അതിന് ശേഷം ഞാൻ നമ്മളുടെ രാവിലത്തെ പരിപാടികളിലേക്ക് അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചായ ഉണ്ടാക്കുകയാണ്. അപ്പോൾ രാവിലെ എന്തായാലും നല്ലൊരു പാൽ ചായ എല്ലാവർക്കും നിർബന്ധമുള്ളൊരു കാര്യമാണ്. അങ്ങനെ നമ്മളെ ചായ ഇവിടെ റെഡിയായി. അപ്പോൾ ഇന്ന് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുള്ളൊരു കടിയാണ്. അപ്പോൾ നല്ല പൊരിച്ചുകൊണ്ടാണ് നമ്മളുടെ ഇന്നത്തെ ഒരു ചായക്കുള്ള കടി. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവും ഇത്. അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളെ ചായ കുടി കഴിഞ്ഞിട്ടില്ല. അതിന് മുന്നേ തന്നെ മക്കൾ പിന്നെ മൊയിലിനൊക്കെ ഫുഡ് കൊടുക്കാൻ നിന്ന്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഒരു 2 മൊയിലിനെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവർ ആദ്യം മൊയിലിന് ഫുഡ് കൊടുത്തിട്ട് ചായ കഴിക്കാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഞാൻ ചായയൊക്കെ റെഡിയാക്കിയിരിക്കുന്നു. ഞാനിവരെ വിളിക്കാൻ വന്നപ്പോൾ ഉപ്പയും മക്കളൊക്കെ ഇതാ അവിടെ മൊയിലിന് ഫുഡ് കൊടുക്കലും അതിനെ നോക്കലൊക്കെയാണ്. അപ്പോൾ ഇതിനെ കളിപ്പിച്ചുകൊണ്ട് നിന്നാൽ കുറേ സമയം വരെ അവിടെ നിൽക്കും. കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ്. മോൻക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ മൊയിലിനെ. നല്ല ഇണക്കമുള്ള മൊയിലുമാണ്. അപ്പോൾ ഇവർ രണ്ടാളും നമ്മളുടെ മൊയിലിനെ വിളിക്കുന്നത് ചോട്ടു മോട്ടു എന്നാണ്. അപ്പോൾ ഇവരായിട്ട് നല്ല ഇണക്കമാണ്. ഇവർ വിളിക്കുമ്പോൾ അങ്ങനെ അത് ശ്രദ്ധിക്കണ പോലെയൊക്കെ നമുക്കും തോന്നുന്നുണ്ട്. ഇവർ വിളിക്കണത് കൊണ്ടാണ് എന്താ അറിയില്ല, എന്തായാലും അവരാ വിളിക്കുമ്പോൾ അത് ശ്രദ്ധിക്കണതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായി, ഒരു 2 ആഴ്ച ആയി നമ്മളുടെ കൂടെ മൊയിലൊക്കെ ഉണ്ട് ഇപ്പോൾ. അങ്ങനെ അതിനുള്ള ഫുഡൊക്കെ അങ്ങനെ കൊടുക്കുന്നുണ്ട്.
ഇപ്പോൾ കുറേ നേരം വരും ഇതേപോലെ തന്നെയാണ് കേട്ടോ. മൊയിലിൻ്റെ അടുത്തേക്ക് കൊണ്ട് ഇറങ്ങിയാൽ കയറൂല, കുറേ സമയം അവിടെ തന്നെ കളിച്ചിരിക്കും. അങ്ങനെ പിന്നെ നമ്മളിതാ ചായ കുടിക്കാനൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ നല്ല പാൽ ചായയും പൊരിച്ചുണ്ടിയൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ ചായ കുടിക്കുന്നുണ്ട്. അപ്പം സ്റ്റീൽ ഗ്ലാസ്സിൽ ചായ കുടിക്കുന്നത് കൊണ്ട് ചിലർ വിചാരിക്കും ഇവിടെ ഗ്ലാസ് ഇല്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ ആരും വിചാരിക്കേണ്ട. എനിക്കിഷ്ടം സ്റ്റീൽ ഗ്ലാസ്സിൽ കുടിക്കാനാണ്. അപ്പോൾ അതുകൊണ്ടിട്ടാണ്. അപ്പോൾ ചിലർ വിചാരിക്കും ഇനി നമുക്ക് ഗ്ലാസ് ഇല്ലേന്നൊക്കെ ചിലർക്ക് തോന്നാം. ഓരോരുത്തർ ചിലപ്പോൾ ഓരോ പോലാണല്ലോ. അപ്പോൾ ഞാനൊന്ന് പറഞ്ഞേന്നുള്ളൂ കേട്ടോ ജസ്റ്റ്. അങ്ങനെ പിന്നെ നമ്മളെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾക്ക് പണിയിലോട്ട് അങ്ങോട്ട് ഇറങ്ങാണ്. അപ്പം പിന്നെ ഞാൻ ആദ്യം തന്നെ ഒന്ന് മൊത്തത്തിൽ അടിച്ച് വാരി വെക്കാണ് വീട്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് ഈ ഒരു ക്ലീനിങ് പരിപാടിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ അടിച്ച് വാരൽ കഴിഞ്ഞാൽ നമുക്ക് കുറേ ഒരു പണി കഴിഞ്ഞ പോലാണ്. അതിന് ശേഷം ഞാൻ പിന്നെ എൻ്റെ കഞ്ഞി മക്കൾക്ക് കുടിക്കാനുള്ള കഞ്ഞിയും അടുപ്പത്ത് വെക്കും. അതേ സമയം തന്നെ ഒരു അടുപ്പിൽ ചോറിനുള്ള വെള്ളവും വെക്കും. പിന്നെ റേഷൻ അരി ആണല്ലോ, അപ്പോൾ അതൊക്കെ ചോറുമൊക്കെ പെട്ടെന്നാവുമല്ലോ, കഞ്ഞിയും പെട്ടെന്നാവും. അപ്പം അത് രണ്ടും രാവിലെ തന്നെ ആയിക്കഴിഞ്ഞാലാണ് ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള എന്താണെന്ന് വെച്ചാൽ നോക്കൽ. അപ്പോൾ ഇപ്പം സമയം ഒരു 8:30-9 മണിയൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും നമ്മളൊരു ചായ കുടിക്കുമ്പോഴത്തേന് 9:30-9:45 ആവും. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ഉച്ചക്കത്തെ ലഞ്ചും ഞാൻ ഇതേപോലെ തന്നെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആ ഒരു പണിയെടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് ഞാൻ ചെയ്യൽ കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പണി ഈസി ആയിട്ട് കഴിയും. ഒരു 10:30-11 മണിയാകുമ്പോഴത്തേന് നമ്മളുടെ ഫുള്ള് ജോലികൾ കഴിയും. അല്ലാണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് എടുക്കാമെന്നൊക്കെ വിചാരിക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും അത് വീണ്ടും പിന്നെ നീണ്ട് അങ്ങനെ പോവും പണികൾ. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ അരിയൊക്കെ അവിടെ ചോറിനും കറിയാണ്, അതേപോലെ തന്നെ കഞ്ഞൂർ റെഡിയാവാൻ വെച്ചിരിക്കണം. പിന്നെ ഞാൻ അപ്പോൾ അതായി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള നമ്മളെ പണികൾ ഓരോന്നെടുക്കുക. അതൊക്കെ ആയി വരുമ്പോഴത്തേന് നമ്മളുടെ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യലും പാത്രം കഴുകലും അങ്ങനത്തെ പണികളൊക്കെ അതേപോലെ തന്നെ വേഗം അങ്ങോട്ട് ചെയ്താൽ അതും കഴിയും. അപ്പോൾ മക്കളിപ്പം വലിയൊരു ആദ്യമൊക്കെ നമ്മളുടെ അടുത്ത് ഇങ്ങനെ ഞാൻ പണിയെടുക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ രണ്ടാളും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവേനു. അപ്പോൾ ഇപ്പോൾ മൊയിലൊക്കെ വന്നതിന് ശേഷം അവരിങ്ങനെ മൊയിലിനൊക്കെ കളിപ്പിച്ച് കുറേ സമയം അങ്ങനെ നടന്നോളും. അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് നമ്മൾ കട്ടിപ്പത്തിരി എന്നതിന് പറയുന്നത്. അരിപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നല്ലോണം മിക്സാക്കുക. അതിലോട്ട് നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് എന്താ പറയുക കൊഴിച്ചെടുക്കുക. കൈ വെച്ചിട്ടല്ല സ്പൂണ് വെച്ചിട്ട് കൊഴിച്ചെടുക്കുക നല്ല തിളച്ച വെള്ളത്തിൽ. എന്നിട്ട് നമ്മൾ കല്ലിൽ വെച്ചിട്ട് പരത്തിയിട്ട് ചൂടാം. കൈപ്പത്തിരി പലതും പറയും, നമ്മളിവിടെ കൈപ്പത്തിരി കട്ടിപ്പത്തിരി എന്നൊക്കെ പറയും. അപ്പം ഇന്ന് അതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേപോലെ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് പൊടി നല്ലോണം മിക്സാക്കി എടുക്കണം. എന്നിട്ട് നല്ലോണം ചൂടാറിയതിന് ശേഷം നമ്മൾ പത്തിരിയൊക്കെ ചുട്ടെടുക്കുക. സാധാരണ നമ്മൾ അരിച്ചുട്ടത്തിരിയൊക്കെ ഉണ്ടാക്കുമല്ലോ നമ്മൾ, അതേപോലെ ബോളാക്കിയിട്ട് നമ്മൾ കല്ലിൽ വെച്ചിട്ട് പരത്തിയെടുക്കുക. കല്ലിൽ അല്ലെങ്കിൽ ഇനി ഒരു കവറ് ഓയിലിൻ്റെ ഒക്കെ ഒരു കവർ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടായാലും പരത്തിയെടുക്കുക. അപ്പോൾ എന്തായാലും ഇനി അതും കുറച്ച് സമയം ഒന്ന് ചൂടാറി വരണം. നല്ല തിളച്ച വെള്ളം ഒഴിച്ചല്ലേ നമ്മൾ. അപ്പോൾ ഒന്ന് അത് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം തന്നെ നമ്മൾ കുറച്ച് കട്ടൻ ചായയും റെഡിയാക്കി എടുക്കുന്നുണ്ട്. പത്തിരി തിന്നുമ്പോൾ വേണ്ടതാണ്. അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ കുറച്ച് മക്കളത് തിരുമ്പാനുള്ളതൊക്കെ ഒന്ന് പുതർത്തി വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇന്നൊന്നും തിരുമ്പാനുണ്ടാവില്ല, 2 ദിവസം 3 ദിവസം കൂടുമ്പോഴൊക്കെ ഉണ്ടാവുള്ളൂ നമുക്ക്. അപ്പോൾ ഇന്നിപ്പോൾ എന്താ മക്കളത് പിന്നെ ഡെയിലി ഉണ്ടാവും, കാരണം അവർ എന്തായാലും ഓരോ ദിവസം തന്നെ 2 3 ഒക്കെ മാറ്റമല്ലോ, കളിക്കുന്നതല്ല ഇങ്ങനെ പുറത്തൊക്കെ. അപ്പോൾ അതെന്തായാലും നമുക്ക് എന്നും തിരുമ്പിയിടാനുണ്ടാവും. അപ്പോൾ അതൊക്കെ ഞാനവിടെ പുതർത്തി വെച്ചിരിക്കണ കുറച്ച് സമയം കഴിഞ്ഞിട്ട് തിരുമ്പാ വിചാരിച്ചിട്ട്. അതിന് ശേഷം അതാ ഞാനൊരു മീൻ മുളകിടാണ്. അപ്പോൾ മുളിയാറ് കലക്കി വെക്കാണ് ആദ്യം. അപ്പം മാന്താണ് നമുക്കിന്ന് കിട്ടിയ മീൻ. അപ്പോൾ അതൊന്ന് കുറച്ച് മുളകിടും വേണം, കുറച്ച് പൊരിക്കാനാണെന്ന് വിചാരിക്കുന്നത്. അപ്പം മീൻ മുളകിടുന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഞാൻ ചെയ്യുന്ന രീതി എന്ന് പറയാൻ ഉള്ളി തക്കാളി പച്ചമുളകൊക്കെ അരിയും, പിന്നെ അതിലോട്ട് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം, പിന്നെ കുറച്ച് ഉലുവ ഇടാം, മുളക് പൊടി മഞ്ഞൾപ്പൊടി അത്രേ ഇടുള്ളൂ. പിന്നെ പുളിവെള്ളം, വാളംപുളി നല്ലോണം വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് നല്ലോണം പിഴിഞ്ഞ് വയ്ക്കുക. നമുക്ക് എത്ര പുളി വേണമെന്നുള്ള നമ്മൾ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നല്ലോണം പിഴിഞ്ഞിട്ട്, ഒരുപാട് പുളി വേണ്ട. ഓരോ മീൻ ഇപ്പം മാന്തക്കൊന്നും ഒരുപാട് പുളി വേണ്ടല്ലോ, പിന്നെ നമ്മൾ തക്കാളി ഇടുന്നുണ്ടല്ലോ, അപ്പോൾ ഓരോ മീനിൻ്റെ അതനുസരിച്ചിട്ട് പുളിയൊക്കെ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ നല്ലോണം ഒന്ന് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് നമ്മൾ അത് വെച്ചിട്ട് പതിപ്പിക്കുമ്പോൾ അത്ര തന്നെ ടേസ്റ്റ് വരില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ നല്ലോണം കൈ വെച്ചിട്ട് ഞൗണ്ട. എന്നിട്ട് പിന്നെ ആവശ്യത്തിന് നമുക്ക് എത്ര കുറച്ച് കൂടി കറി വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടി നമ്മളുടെ പുളിയൊന്ന് പിഴിഞ്ഞ് വയ്ക്കുക, എന്നിട്ട് തിളപ്പിക്കാൻ വെക്കുക. അപ്പം ഞാൻ വെക്കുന്നൊരു രീതിയാണ്, പലരും പല രീതിയിലാവും കേട്ടോ ചെയ്യുന്നത്. ഇതേപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണ്ടേ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കറി വേണം, അപ്പോൾ ഒന്നും കൂടി നമ്മൾ പുളി പിഴിഞ്ഞ് വെച്ചിട്ട് തിളപ്പിക്കാൻ വെക്കുക. അതിന് ശേഷമാണ് നമ്മൾ ഇതിലോട്ട് കുറച്ച് വെളുത്തുള്ളി ഇടാം. ഇഞ്ചിയൊന്നും ഇടണ്ട കേട്ടോ, വെളുത്തുള്ളി മാത്രം ഇട്ടാൽ മതി. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലൊക്കെ നമ്മളുടെ കറി തിളക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതി, ഈ ഒരു സമയത്ത് ഇടണ്ട. അപ്പം നമ്മളുടെ മുളിയാറ് ഇവിടെ റെഡി ആക്കിന്. ഇതൊന്ന് തിളപ്പിക്കാൻ ഞാൻ വെക്കുന്നുണ്ട്. മീനൊക്കെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ടേനു, അതൊന്നും പിന്നെ ഞാൻ കാണിച്ചിട്ടൊന്നുമില്ല. അപ്പം നമ്മളെ ചോറ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഞാൻ ഊറ്റിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ റേഷൻ അരി ആയതുകൊണ്ട് തന്നെ വേഗം തന്നെ നമുക്ക് വെന്ത് കിട്ടും, ഒരുപാട് ടൈമൊന്നും നമ്മൾ വേവിച്ചെടുക്കണ്ട. നമ്മളെ കറി ഇതാ ഇവിടെ നല്ലോണം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ തിളച്ച പാടെ തന്നെ മീനൊന്നും ഇടരുത് കേട്ടോ, കറി ഒന്ന് നല്ലോണം കുറച്ച് സമയം തിളച്ചിട്ടൊന്ന് അതിൽ നമ്മൾ അരിഞ്ഞിട്ട നമ്മളുടെ ആ പച്ചക്കറികളൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് വെന്ത് വരണം. അതിന് ശേഷം മാത്രം മീൻ ഇട്ട് കൊടുത്താൽ മതി, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കറി. അത് ആവശ്യത്തിനുള്ള മല്ലിയിലയും പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പം നമ്മളെ കറി നല്ലോണമൊക്കെ ഒന്ന് എല്ലാം വെന്തിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കാം. മീനിട്ടതിന് ശേഷം ഇനി നമ്മൾ കയ്യിലിട്ടിട്ട് ഒരുപാട് ഇളക്കണ്ട, നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചുറ്റിച്ചെടുത്താൽ മതി, കാരണം മീനൊക്കെ ഒന്ന് ഒടിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ മാന്തക്കറി പിന്നെ ഒന്ന് നല്ലോണം തിളച്ചാൽ നമുക്ക് ഓഫാക്കാം. പിന്നെ മാന്തക്ക ഒരുപാട് വേവില്ലല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഓഫാക്കി എടുക്കാം. അങ്ങനെ നമ്മളെ കറി അവിടെ റെഡിയായി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ പത്തിരി ഇതേപോലെയാണ് ചുട്ടെടുക്കേണ്ടത്. അപ്പം അത്യാവശ്യം ഇതിപ്പോൾ ഞാൻ കുറച്ച് വലിയ സൈസിലാണ് ഉണ്ടാക്കുന്നത്, ചെറുതാക്കിയിട്ട് ഉണ്ടാക്കുക. ഞാൻ നോർമലി ചെറുതാക്കിയിട്ട് തന്നെയാണ് കൂടുതലും ഉണ്ടാക്കൽ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് വലിയ സൈസാക്കിയിട്ടാണ് ഉണ്ടാക്കിയത്.
അപ്പോൾ ഏത് സൈസാണ് എത്ര എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കാം. നല്ലോണം തിന്നാക്കിയിട്ട് പരത്തി കൊടുക്കുക. കയ്യിൽ കുറച്ച് ഓയിലോ വെള്ളം എന്തെങ്കിലും ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നനച്ചാൽ പെട്ടെന്ന് തന്നെ പരത്താൻ പറ്റും. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇതൊന്ന് സാധാരണ നമ്മളുടെ അരിച്ചുട്ടത്തിരൊക്കെ ചുട്ടെടുക്കുന്ന പോലെ ഓയിലൊക്കെ ആക്കിയിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ലോണം നെരിച്ചെടുക്കുക. നല്ലോണം നെരിഞ്ഞിട്ടൊക്കെ വരും. നമ്മളെ കറി ഇതവിടെ വറവിട്ടെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ ആയത് നമുക്ക് കഴുകി വെക്കാം. അപ്പോൾ നമ്മളുടെ ചോറിൻ്റെയും പിന്നെ ഏകദേശം ചോറും കറിയൊക്കെ ആയിട്ടുണ്ട്. ഇനി മീൻ പൊരിക്കാൻ. അപ്പം ഇന്ന് ഞാൻ ഉപ്പേരിയൊന്നും ആക്കിയിട്ടൊന്നുമില്ല. ഞാൻ ചോറൊക്കെ ആക്കിയതിന് ശേഷമാണ് ഉമ്മയും ഉപ്പയും താത്തേൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടേനു. അപ്പോൾ അവിടെ നിന്ന് ചോറ് തിന്നിട്ട് വരാമെന്നൊക്കെ പറഞ്ഞവർ. അപ്പോൾ പിന്നെ ഞാൻ പ്രത്യേകിച്ചിട്ട് ഉപ്പേരിയും കാര്യങ്ങളൊന്നും ആക്കിയില്ല. പൊരിച്ചതും ചോറും മാത്രം മതിയെന്ന് വിചാരിച്ച്. പിന്നെ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ പിന്നെ ആവുമ്പോൾ തന്നെ അങ്ങനെ കഴുകി വെച്ച് അതിന് ശേഷം പത്തിരി ഇതാ അവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ലോണം പൊന്തി വരും. നമ്മൾ നേരിയതാക്കിയിട്ട് പരത്തിയാൽ നല്ലതുപോലെ പൊന്തി വരും കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ള പത്തിരിയാണ് കേട്ടോ. നല്ല തിളച്ച വെള്ളത്തിൽ തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ വരും. ഈസി ആയിട്ടുള്ളൊരു പത്തിരിയാണ്. നമ്മൾ പരത്താനും കൊയ്ക്കാനും ഒന്നും ഒരുപാട് മെനക്കെടണ്ടല്ലോ. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാനിതാ മക്കളുടെ ഡ്രസ്സൊക്കെ ഒന്ന് തിരുമ്പി എടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചിക്കിയെടുത്തു. അങ്ങനെ ഇപ്പം നമ്മളുടെ പത്തിരി ചുടലും മീൻ പൊരിക്കലൊക്കെ അതവിടെ കഴിഞ്ഞിട്ടുണ്ട്. ചോറും കറിയും ആയതിന് ശേഷം പിന്നെ അതേപോലെ മീൻ പൊരിക്കാനോ ഉപ്പേരിയാക്കാനൊക്കെ അങ്ങനെ നിൽക്കലാണ്. ഓരോന്നോരോന്ന് നമ്മൾ ഒഴിയുമ്പോൾ അങ്ങനെ ചെയ്തെടുക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് അങ്ങോട്ട് കഴിഞ്ഞോളും. ഇപ്പോൾ സമയം അതാ 11 മണി ആവാനായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ക്ലീനിങ് ഞാൻ അടിച്ചു വാരി ഇട്ടിട്ടുണ്ട്. എന്തായാലും തുടക്കാനും ഉണ്ടൊന്ന്. പിന്നെ മക്കളെ രണ്ടാളെ ഒന്ന് ഫ്രഷ് ആക്കണം. അവരെ രണ്ടാളെ ഒന്ന് കുളിപ്പിക്കണം. അവർക്ക് ഫുഡ് കൊടുക്കണം. നമുക്ക് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അങ്ങനത്തെ പണികളൊക്കെ ബാക്കിയുണ്ട്. അങ്ങനെ ഇപ്പം തുടക്കലൊക്കെ കഴിഞ്ഞ് ഇനി നമുക്കൊന്ന് ചായയൊക്കെ കുടിക്കാനുള്ള പരിപാടി നോക്കണം. അങ്ങനെ പിന്നെ ചായ കുടിക്കാനിരുന്ന് പത്തിരിയും മീൻ കറിയാണ്. അപ്പോൾ തലേ ദിവസത്തെ മീൻ കറിയാണ് നമ്മൾ കൂട്ടുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു പത്തിരിക്കൊക്കെ നല്ല ടേസ്റ്റ് തലേ ദിവസത്തെ കറികളാണ് കേട്ടോ. മീൻ കറിയൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചിട്ട്. പിന്നെ എല്ലാവരും ചായയൊക്കെ കുടിച്ച് ഇനി ജസ്റ്റ് ഒന്ന് ടേബിളൊക്കെ റെഡിയാക്കണം. അപ്പോൾ നമ്മളുടെ ഈ ഒരു വീഡിയോ കാണുന്നവർ പ്ലീസ് ഒന്ന് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് എന്തായാലും ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ പിന്നെ ഇപ്പോൾ രാവിലത്തെ ഏകദേശം എല്ലാ പണികളും കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ ഞാനൊരു ഉച്ച ആയപ്പോൾ കുറച്ച് വത്തക്കൊക്കെ മുറിച്ചിട്ട് തിന്നാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കാര്യമായിട്ട് ചോറ് ഒറ്റക്കായത് കാരണം ഞാൻ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം മക്കൾക്ക് രണ്ടാൾക്കും കൊടുത്തു. അതിന് ശേഷം പിന്നെ വത്തക്ക കുറച്ച് തിന്നതായിരുന്നു.
പിന്നെ വൈകുന്നേരം ഇപ്പോൾ ഇതാ കുറച്ച് കടുക്ക ഉണ്ടേനു, അപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കുകയാണ് നിറച്ചിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള കടുക്ക കുറച്ച് വാങ്ങിയതേനു, ചെറിയ കടുക്കേനു, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നല്ലോണം മാവൊക്കെ നിറച്ചിട്ട് വൈകുന്നേരത്തേക്ക് പൊരിച്ച്. ഇവിടെ മക്കൾക്കൊക്കെ ഇഷ്ടമാണ് കടുക്ക, ചെമ്മീനൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ കുറച്ചെടുത്തിട്ട് ഞാൻ ഇങ്ങനെ നിറച്ച് പൊരിച്ചാണ്, ബാക്കി പൊരിക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ടേനു. അങ്ങനെ വൈകുന്നേരം പിന്നെ കട്ടൻ ചായയും കടുക്ക പൊരിച്ചോ നല്ലൊരു കോമ്പിനേഷനാണ്. കടുക്ക പൊരിച്ചൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഉണ്ടാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടുക്ക പൊരിച്ച തന്നെയായിരുന്നു. അങ്ങനെ പിന്നെ നമ്മളിരുന്ന് ചായയൊക്കെ കുടിച്ച് രണ്ടാളും ഇതാ നല്ലോണം തിന്നിട്ടുണ്ട്. ഒക്കെ ഇഷ്ടമായിട്ടുണ്ട് രണ്ടാൾക്കും. മോനക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എരിവുള്ളത്. അങ്ങനെ പിന്നെ വൈകുന്നേരം പാലിനുള്ള കുപ്പിയാണ് കേട്ടോ ഇത്. പാല് വരുത്തുണ്ട് ഇവിടെ. അപ്പോൾ ഒരു ബോട്ടിലാണ് അവർ കൊണ്ടുവരുത്തുക. അപ്പോൾ തലേ ദിവസത്തെ ബോട്ടിൽ നമ്മളവിടെ ഇങ്ങനെ വെക്കണം. അപ്പോൾ അവർ വന്നിട്ട് എടുക്കും. ഇന്നാണെങ്കിൽ പുറത്ത് ഭയങ്കര എന്താ പറയുക, നമ്മളുടെ ഇലക്ഷൻ്റെ ലാസ്റ്റത്തെ ദിവസമല്ലേനോ. അപ്പോൾ നമ്മൾ റോട്ടിൽ തന്നെയല്ലേ ഇവിടെ ഭയങ്കര ജഗപുകേനു. അപ്പം ജനം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കുറേ സമയമായിട്ട്. എല്ലാവരും പുറത്തിറങ്ങി നിൽക്കുകയാണ്, എല്ലാ വീട്ടിലുള്ളവരൊക്കെ. നമ്മളും കുറേ സമയം അതൊക്കെ കണ്ട് നിന്ന്. അതിന് ശേഷം പിന്നെ ഒരു മഗ്‌രിബൊക്കെ ആയപ്പോൾ മക്കൾക്ക് കുറച്ച് പാലൊക്കെ കാച്ചി കൊടുത്ത്. പിന്നെ രാത്രിയായപ്പം കുറച്ച് കോഴിപ്പാട്സ് ഉണ്ടായിരുന്നു, അത് ആങ്ങളെ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് റെഡിയാക്കണം എന്ന് വിചാരിച്ച് അതൊരു കറിയാക്കാൻ വിചാരിക്കുകയാണ്. ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വിചാരിച്ച്. അപ്പം അത് വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉലുവ, കുറച്ച് ബിരിയാണിപ്പൊടി, പിന്നെ കുറച്ച് നമ്മളുടെ വറുത്ത മല്ലിയാണ് കേട്ടോ ഇതിലിടുന്നത്. അതിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുണ്ടാക്കിയാൽ. അപ്പോൾ അത് കൊണ്ടുവന്നപ്പോൾ തന്നെ പിന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ നമ്മൾ എടുക്കുമ്പോൾ എന്തായാലും മുട്ടയൊക്കെ പൊട്ടി അങ്ങോട്ട് പോകും. അപ്പോൾ പിന്നെ അതപ്പം തന്നെ റെഡിയാക്കണം ഇങ്ങനെ കൊണ്ടുവന്നാൽ. അപ്പോൾ അത് വേഗം റെഡിയാക്കി ഒരു 4 വിസിലൊക്കെ വന്നാൽ അത് ഓഫാക്കിയിട്ടാണ്. അതിന് ശേഷം നമുക്ക് വന്ന് നല്ലോണം പിന്നെ ഫ്രൈ ആക്കി എടുക്കണം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക, അതേപോലെ കുറച്ച് പച്ചമുളക് ഉള്ളിയൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക. അതിന് ശേഷം നമ്മൾ വേവിച്ച കോഴിപ്പാട്സ് അതിലോട്ടിട്ടിട്ട് അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും, അതങ്ങോട്ട് വറ്റിച്ചെടുക്കുക. പിന്നെ കുറച്ചൊരു നമ്മളുടെ മല്ലിപ്പൊടി കുറച്ചും കൂടി ചേർത്ത് കൊടുക്കണം. അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ചല്ല നമ്മളുടെ എരിവിനനുസരിച്ചിട്ടുള്ള കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഡ്രൈ ആക്കി എടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ആരെങ്കിലും ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി കോമ്പിനേഷനാണ് പൊറോട്ടയ്ക്ക്. അപ്പോൾ ഇതുപോലൊരു ഡേ ഇൻ മൈ ലൈഫിനെ കുറിച്ചിട്ട് നിങ്ങളുടെ കമൻറ്റ് എന്തായാലും നിങ്ങൾ പറയണം. കാരണം നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഒന്നുമില്ല നമുക്ക്. അപ്പോൾ ഞാനിപ്പോൾ മുന്നേ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ സെക്കൻഡാണ്. അപ്പോൾ ഒരുപാട് ലെങ്തി ആയിട്ടുണ്ടോ എന്ന് അറിയില്ല. ലെങ്തി വീഡിയോ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. കാരണം ഒരുപാട് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് നമുക്ക് ഇതിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാനൊക്കെ ഉണ്ടേനു. പക്ഷെ എന്തായാലും ഇൻഷാ അല്ലാഹ് കൂടുതൽ നമുക്ക് നന്നാക്കണം. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്തായാലും ഒന്ന്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ അതാ നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കുരുമുളക് പൊടിയും
കുറച്ച് ബിരിയാണി പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലോണം ഇളക്കി മിക്സാക്കി കൊടുക്കുക. ജസ്റ്റ് നല്ലോണം ഒന്ന് അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആക്കി വറ്റിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു കുറച്ചൊരു ഗ്രേവി ടൈപ്പിലെടുത്താൽ നമ്മൾ പൊറോട്ടക്കൊക്കെ കഴിക്കുകയാണെങ്കിൽ കുറച്ചൊരു ഗ്രേവി വേണമല്ലോ നമുക്ക്. അപ്പം പിന്നെ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ തീ ഓഫാക്കുക. അവസാനമായിട്ട് നമുക്ക് കുറച്ചൊരു മല്ലിയില പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഓഫാക്കി വെക്കുക. ഈ ഒരു ഫ്രൈയിലോട്ട് പിന്നെ നമ്മൾ പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊറോട്ട നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മൾ പൊറോട്ട വാങ്ങി ഉണ്ടാക്കാൻ അത്ര സമയം കിട്ടിയില്ല. പിന്നാണ് അവസാന സമയമാണ് ഞാൻ വിചാരിച്ചത് പൊറോട്ട വാങ്ങാമെന്ന്. ആദ്യമാണെങ്കിൽ ഞാൻ ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ പൊറോട്ട വാങ്ങി നല്ല സോഫ്റ്റായിട്ടുള്ള പൊറോട്ടയും കറിയും കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കുകയാണ്. അങ്ങനെ നമ്മളെല്ലാവരും ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അപ്പോൾ എൻ്റെ ഒരു ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ തീരാണ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.